ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗീ റൈസിന് മുമ്പായിട്ടുള്ള ഒരു കിഡിലൻ ടേസ്റ്റുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് കാഷ്നട്ടൊക്കെ അരച്ചിട്ടിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്ന കാണണ്ടേ? വരും, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ട മസാലകളൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് കുരുമുളക്, നല്ല ജീരകം, പെരിഞ്ജീരകം, കാഷ്നട്ട്, വറ്റൽമുളക്, മല്ലി, കറുവാപ്പട്ട, ഏലക്ക, ഇത്രയുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊരു 3 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 3 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടും അത്യാവശ്യം കഷ്ണം വലിപ്പത്തോട് കൂടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് 2-3 തവണ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിൽ കംപ്ലീറ്റ് വെള്ളമില്ലാതെ കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു കട്ടി തൈര് ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൈകൊണ്ട് ഈ ചിക്കനെ നല്ലപോലെ ഒന്ന് തിരുമ്പി കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മസാലകളൊക്കെ ഈ ചിക്കനിലൊന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ 1 മണിക്കൂർ ഇതിന് അടച്ച് വെച്ചിട്ട് നമുക്ക് മാരിനേഷൻ ചെയ്ത് അടച്ച് വെച്ച ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറി വെക്കാൻ തുടങ്ങാം. ഞാനിവിടെ അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 1 കിലോ സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1.5 കിലോ ചിക്കന് 1 കിലോ സവോള എന്ന അളവിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിന് 2 ട്രിപ്പായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കണം. അപ്പം ഞാൻ 2 ട്രിപ്പായിട്ടാണ് വറുക്കുന്നത്. അതിലേക്ക് ഉള്ളി ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കണ്ട. നല്ല മണമൊക്കെ വരുന്നുണ്ട് കണ്ട. ഇതുപോലെ ആവണം കേട്ടോ. ഇത് 1 കിലോ ഉള്ളി വഴറ്റിയതാണ് കേട്ടോ. ഇത്രയായിട്ടുണ്ട്. ഇനി ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ജാറ് കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അത് 1 ഗ്ലാസ് ഒഴിച്ചിട്ട് ആ ജാറ് കൂടെ കഴുകിയിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അഡീഷണൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഈ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും. നമ്മൾ തൈരൊക്കെ ഇട്ടിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ ആ തൈരിൽ വെള്ളം ഇറങ്ങി വരും. അപ്പം ഈ ഉള്ളിയും ഈ ചിക്കനും ഇതെല്ലാം കൂടെ ഒന്ന് അടിചേർത്തി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുക്കുക. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ അത് വെള്ളം വേണ്ടത് ഈ ചിക്കനിലെ വെള്ളമാണിത് ഈ തെളിഞ്ഞ് വരുന്നത്. തൈരിലെ ഒക്കെ വെള്ളമാണ് കേട്ടോ. ഇനി ഈ വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ മാരിനേഷൻ ചെയ്യുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്, ഉള്ളി വഴറ്റുമ്പോഴൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങൾ പാകത്തിന് നോക്കിയിട്ട് ഇടണം കേട്ടോ. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്യാം. ചിക്കൻ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. നല്ല തിളയൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഷ്ണങ്ങൾ ഉടയാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൽ കുറച്ച് മസാലയുടെ കുറവുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും കംപ്ലീറ്റ് വെള്ളവും വറ്റി വരും. ഇതാ കംപ്ലീറ്റ് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അത് വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി. ഈ എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണ അതേപോലെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അടി പിടിക്കുന്നില്ല കണ്ടോ. അപ്പോൾ ഈ എണ്ണയാണ് ഈ തെളിഞ്ഞ് വരുന്നത്. കൂടുതൽ എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് നല്ല കുഴമ്പായിട്ട് നല്ല ഗ്രേവി പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിത്തഴയും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് അതും കീറിയിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ആറിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കിഡിലൻ ടേസ്റ്റുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാഷ്നട്ടൊക്കെ അരച്ചിട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കോംബോ ആണ്. അപ്പോൾ അതെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.